ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിലെ സർവേയിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. നമുക്കധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലെ സർവേയിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ്ങിനെ കുറിച്ചിട്ടാണ്. സോ വാട്ട് യു മീൻ ബൈ സർവേയിങ്? Surveying is the art of determining relative positions of objects on the surface of Earth by means of measurements in the horizontal and vertical plane. Horizontal and vertical plane. Horizontal and vertical plane. The primary object of survey is the preparation of plan or map. Plan or map. So, what do you mean by plan? A plan may be defined as the projection of a ground and the features in it on a horizontal plane. Horizontal plane. Horizontal plane. അതെന്ന് പറയുന്നതാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മാപ്പ് എന്താണെന്ന് പറയാം. If the selected area is very large and the scale adopted is very small, then it is known as map. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മാപ്പ്. ഇഫ് ദ സെലക്ടഡ് ഏരിയ ഈസ് വെരി ലാർജ് ആൻഡ് ദ സ്കെയിൽ അഡോപ്റ്റഡ് ഈസ് വെരി സ്മോൾ, അഡാപ്റ്റ് ചെയ്യുന്ന ഇത് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം, ദെൻ ഇറ്റ് ഈസ് കോൾഡ് മാപ്പ്. ഇതാണ് പ്ലാൻ ആൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സർവേയിങ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ഫസ്റ്റ് വൺ പ്ലെയിൻ സർവേയിങ് ആൻഡ് സെക്കൻഡ് വൺ ജിയോഡാറ്റിക് സർവേയിങ്. അപ്പോൾ സർവേയിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ സർവേയിങ് ആൻഡ് ജിയോഡാറ്റിക് സർവേയിങ്. അപ്പോൾ നമുക്കിനി അതിനെ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ സർവേയിങ്. പ്ലെയിൻ സർവേയിങ്. So, this type of surveying in which mean surface of earth is considered as plane and curvature of earth is neglected. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലെയിൻ സർവേയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് കൺസിഡേർഡ് ആസ് പ്ലെയിൻ ആൻഡ് ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് നെഗ്ലക്റ്റഡ്. ദ സർവേ എക്സ്റ്റെൻഡ് ഓവർ സ്മോൾ ഏരിയ. ദ സർവേ എക്സ്റ്റെൻഡ് ഓവർ സ്മോൾ ഏരിയ. In this survey, line connecting any 2 points on the earth's surface are considered as straight line and the angle between this line as plane angle. Plane angle ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ this type of survey, line connecting any 2 points on the earth's surface are considered as straight line and the angle between the line as plane angle. നെക്സ്റ്റ്, ഇത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജിയോഡാറ്റിക് സർവേയിങ്. ജിയോഡാറ്റിക് സർവേയിങ് ഈസ് ഓൾസോ കോൾഡ് ട്രിഗണോമെട്രിക് സർവേയിങ്. ട്രിഗണോമെട്രിക് സർവേയിങ് എന്നാണ് ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത്. ഇൻ ദിസ് സർവേ ഇറ്റ് ഈസ് നെസസറി ടു ടേക്ക് into account curvature of the earth. It is used when survey extend over large area. The line connecting any 2 points on the earth surface is curved. അപ്പോൾ ലൈൻ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും 2 പോയിന്റ്സ് ഓൺ ദ എർത്ത് ഓഫ് ദ സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 2 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ആർ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു ഫിക്സ് ദ പൊസിഷൻ ഓഫ് ന്യൂ സ്റ്റേഷൻ by at least 2 independent processes. To fix the position of new station by at least 2 independent processes. എന്ന് പറയുന്നത് to work from whole
ടു പാർട്ട്. ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഏരിയ ടു ബി സർവ്ഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലാർജ് ട്രയാങ്കിൾ which are surveyed with great accuracy. Again they are further divided into small triangle with less accuracy. അതിനെ വീണ്ടും ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ലെസ് ആക്യുറസി അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. Less accuracy. Vertex of these triangles are minor control points. അപ്പോൾ vertex of these triangles are, ഈ trianglesന്റെ vertex നെ വിളിക്കുന്നത് are minor control points. This way of working is to prevent the accumulation of error and to control and localize minor errors within the framework of the control point. അപ്പോൾ this type of working എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ to prevent the accumulation of error and to control and localize minor errors within the framework of the control point. Second one എന്ന് പറയുന്നത് to fix the position of new stations by at least two independent points. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ന്യൂ പോയിന്റ് കുഡ് ബി ലൊക്കേറ്റഡ് ബൈ മെഷർമെന്റ് ഫ്രം ടു റെഫറൻസ് പോയിന്റ്. നമ്മൾ റെഫറൻസ് പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടു റെഫറൻസ് പോയിന്റ് വിച്ച് പോയിന്റ്സ് ആർ ഓൾറെഡി ബീൻ ഫിക്സ്ഡ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സ് ചെയ്ത പോയിന്റ് ആയിരിക്കും. അപ്പൊ നമുക്കിനി അതെങ്ങനെയാണെന്നുള്ള അതിന്റെ ഒരു 5 ടൈപ്പാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ബി എന്ന് നമുക്കറിയാവുന്ന 2 പോയിന്റ്സ് ഉണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ട് സി നമുക്ക് മാപ്പ് ചെയ്യണം. അതിനുള്ള 5 മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലൊക്കേറ്റ് ചെയ്യുക. ഇത് എ, ഇത് ബി, ഇത് സി. അപ്പൊ എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം, അതുപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം, ഈ ദൂരം നമുക്കറിയാം. എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുക. ഈ 2 ആർക്കും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. ഈ 2 ആർക്കും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ചെയിൻ സർവേയിങ്. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ചെയിൻ സർവേയിലാണ്. എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം അറിയാം, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം അറിയാമെങ്കിൽ നമ്മൾ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ആർക്ക് വരയ്ക്കും, അതുപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു ആർക്ക് വരയ്ക്കും. ഈ 2 ആർക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഈ മെത്തേഡാണ് ചെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് എ ബി സി. അപ്പോൾ സിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ എ കോമ ബി എന്ന ലൈനിലേക്ക് വരച്ചാൽ കിട്ടുന്ന ഡിസ്റ്റൻസ് നമുക്ക് അളക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ്, ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഓഫ്സെറ്റ് മെത്തേഡ് എന്നാണ്. ഓഫ്സെറ്റ് മെത്തേഡ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക്, എയിൽ നിന്ന് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരെയുള്ളത് മാർക്ക് ചെയ്യുക. എയിൽ നിന്നും ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ആ കിട്ടിയ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. അതായിരിക്കും നമ്മുടെ സി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് മെത്തേഡ് പോലെയാണ്. ഓഫ്സെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ എ ബി എന്ന ലൈനിലേക്ക് വരച്ചാൽ കിട്ടുന്ന ഡിസ്റ്റൻസ് നമുക്ക് അളക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഓഫ്സെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മെത്തേഡ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളുമായിട്ട് ബേസ് ചെയ്ത് വരുന്നത് സി. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ആംഗിൾ എ ബി സി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. എ ബി എന്ന ലൈനിൽ നിന്നും ആംഗിൾ എ ബി സി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കുക. ആ ലൈൻ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും സി എന്ന് പറയുന്നത്. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ട്രാവേഴ്സിങ്.
അപ്പൊ ഈ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, ആംഗിൾ എ ബി സി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ ബി എന്ന ലൈനിൽ നിന്നും ആംഗിൾ എ ബി സി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ട് ചെയ്ത് വരയ്ക്കുക. ആ ലൈനിൽ ബിയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ആ കിട്ടുന്ന പോയിന്റ് ആണ് സി. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ട്രാവേഴ്സിംഗ്. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് സി എ ബി. ഈ ആംഗിൾ മാർക്ക് ചെയ്യാം. ആംഗിൾ സി എ ബിയും ആംഗിൾ സി ബി എയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. പോയിന്റ് എയിൽ നിന്നും ആംഗിൾ സി എ ബി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ട് യൂസ് ചെയ്ത് വരയ്ക്കണം. അടുത്ത് പോയിന്റ് ബിയിൽ നിന്നും ആംഗിൾ എ ബി സി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ട് യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സി എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സി. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ട്രയാങ്കുലേഷന് വേണ്ടിയിട്ടാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് ആംഗിൾസ് അറിയാന്നുള്ളത് ആംഗിൾ സി എ ബിയും അതുപോലെ തന്നെ സി ബി എയും നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അറിയാന്നുള്ള സമയത്താണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പോയിന്റ് എയിൽ നിന്നും ആംഗിൾ സി എ ബി എന്ന ആംഗിളിലേക്ക് പ്രൊട്രാക്ട് യൂസ് ചെയ്ത് വരയ്ക്കണം. അതുപോലെ തന്നെ പോയിന്റ് ബിയിൽ നിന്നും ആംഗിൾ എ ബി സി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ട് യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ രണ്ട് ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ട്രയാങ്കുലേഷന് വേണ്ടിയിട്ടാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ മെത്തേഡാണ്. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിള്. അപ്പോൾ ആംഗിൾ എ ബി സിയും എയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസും അറിയാം. ബി എന്ന പോയിന്റിൽ ആംഗിൾ എ ബി സി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കണം. അപ്പൊ എയിൽ നിന്നും ഒരു ആർക്ക് എ സി ഡിസ്റ്റൻസിൽ വരയ്ക്കണം. ഈ ആർക്കും ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ട്രാവേഴ്സിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ആംഗിൾ എ ബി സിയും എയിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസും അറിയാം. അപ്പൊ ബി എന്ന പോയിന്റിൽ ആംഗിൾ എ ബി സി എന്ന ആംഗിളിൽ ഒരു ലൈൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് വരയ്ക്കണം. അപ്പൊ എയിൽ നിന്ന് ഒരു ആർക്ക് എ സി ഡിസ്റ്റൻസിൽ വരയ്ക്കുക. ഈ ആർക്കും ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പൊ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ട്രാവേഴ്സിംഗിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ 5 മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഓഫ് ദ സർവേയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ വർക്ക് ഓഫ് ദ സർവേയർ മേ ബി ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീൽഡ് വർക്ക്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓഫീസ് വർക്ക്, തേർഡ് വൺ എന്ന് പറയുന്നത് കെയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ദ വർക്ക് ഓഫ് എ സർവേയർ മേ ബി ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീൽഡ് വർക്ക്, സെക്കൻഡ് വൺ ഓഫീസ് വർക്ക്, തേർഡ് വൺ കെയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഫീൽഡ് വർക്ക്. അപ്പോൾ ഫീൽഡ് വർക്ക് കൺസിസ്റ്റ് ഇൻ ഫസ്റ്റ് വൺ മെഷറിംഗ് ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലൊക്കേറ്റിംഗ് ദ ഡീറ്റെയിൽസ്. തേർഡ് വൺ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ദ ഡീറ്റെയിൽ ഇൻ ഫീൽഡ് നോട്ട്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് അസസിംഗ് ദ റിലേറ്റീവ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് പോയിന്റ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സെറ്റിംഗ് ഔട്ട് ബൗണ്ടറീസ് ആൻഡ് ഒബ്ജക്ട്സ്.
സെറ്റിംഗ് ഔട്ട് ബൗണ്ടറീസ് ആൻഡ് ഒബ്ജക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫീൽഡ് വർക്കിൽ മെയിൻ ആയിട്ട് വേണ്ടത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓഫീസ് വർക്ക്. ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോൾ പ്രിപ്പയറിംഗ് പ്ലാൻ, മാപ്പ് ആൻഡ് സെക്ഷൻസ് ഫ്രം ദ ഡേറ്റ കളക്ടഡ് ഫ്രം ദ ഫീൽഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഏരിയ വോളിയം. ആൻഡ് തേർഡ് വൺ ഡിസൈൻ ഓഫ് വേരിയസ് സ്ട്രക്ചേഴ്സ് ഫ്രം ദ കളക്ടഡ് ഡേറ്റ. ഇത്രയാണ് ഓഫീസ് വർക്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് കെയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ആ ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സർവേയർ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കിൽ ഇൻ ഇറ്റ്സ് പ്രാക്ടീസ്. അപ്പോൾ ഒരു ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സർവേയർ ആർ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തറോ നോളജ് ഓഫ് ദ തിയറി ഓഫ് സർവേയിങ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിൽ ഇൻ ഇറ്റ്സ് പ്രാക്ടീസ്. തേർഡ് വൺ ഹൈ പവർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. ആൻഡ് ഫോർത്ത് വൺ പേഴ്സണാലിറ്റി ടു ഓർഗനൈസ്. പേഴ്സണാലിറ്റി ടു ഓർഗനൈസ്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഒരു സർവേയറിന് ഉണ്ടായിരിക്കേണ്ട ബെസ്റ്റ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ തറോ നോളജ്. ഒന്ന് വേണമെങ്കിൽ എഴുതാം ഒന്നുകൂടെ. തറോ നോളജ്. തറോ നോളജ് ഏതിലാണ് വേണ്ടത്? ഓഫ് തിയറി ഓഫ് ദ സർവേയിങ്. സെക്കൻഡ് വൺ സ്കിൽ ഇൻ ഇറ്റ്സ് പ്രാക്ടീസ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഹൈ പവർ ഓഫ് ഒബ്സർവേഷൻ. ഹൈ പവർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. ഹൈ പവർ ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ജഡ്ജ്മെന്റ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടു ഓർഗനൈസ്. പേഴ്സണാലിറ്റി ടു ഓർഗനൈസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വേണ്ടത്? ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സർവേയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സർവേയിങ്ങിൽ മെയിൻ ആയിട്ട് വേണ്ടത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സർവേയിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സർവേയിങ്ങിന്റെ ബാക്കി പോർഷനുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.